മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വീട്ടിൽ കാണാൻ പോവാണ് അവരെ. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലേ നിൽക്കൂ? അതെ. അപ്പം നമുക്ക് പോയാലോ നേരെ? മുത്തശ്ശി എന്ന് വെച്ചാൽ അച്ചാച്ചൻ്റെ അപ്പച്ചിയാണ്. അപ്പം നമുക്ക് കാണാൻ പോയാലോ? കുറച്ച് ദൂരെയാണ് നമ്മൾ കാണാൻ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഇട്ടേക്കാമേ. അപ്പൊ പോയാലോ? അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ആ ഡോറ് തുറന്ന് കയറാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്ന് വലിച്ച് പിടിച്ചത് ഊരി വരാറായി. അച്ഛൻ കയറിയിട്ട് എപ്പോഴും അതങ്ങ് ലോക്ക് ചെയ്തിടും. പിന്നെ അൺലോക്ക് ചെയ്യാൻ മറന്നു പോകും അച്ഛൻ. മിക്കുവിന് തനിയെ കയറണമെന്ന് പറഞ്ഞ് മിക്കു തനിച്ചെന്നെ കയറുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, എൻ്റെ മുഖം കടൽ കുത്തിയ പോലെയാണ് ഇരിക്കുന്നത്. ജനിച്ച കാലം മുതൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ കരയുമെന്നാണ് അമ്മ പറയുന്നത്. എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് എൻ്റെ സ്വഭാവം എന്നാണ് അമ്മ പറയുന്നത്. ഞാൻ അങ്ങനെ ഇരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു ജീൻസ്, അതെനിക്ക് ജീൻസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട്, അപ്പോൾ അമ്മ പറഞ്ഞു അത് തന്നെ ഇട്ടുകൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇത്തിരി വിഷമത്തിരിക്കുന്നതാണ്. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഇട്ടു, അത്രേ ഉള്ളൂ. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ആ കാറിൽ നിന്ന് അടിച്ച് പൊളിക്കാം, ഞാൻ വീഡിയോ ഒക്കെ എടുത്തോളാം എന്ന് പറഞ്ഞ് വന്ന ഞാനാണ്. ഇപ്പോൾ 2 കിലോമീറ്റർ കഴിഞ്ഞപ്പം ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. ഞാൻ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. പിന്നെ രാത്രി ആയതുകൊണ്ട് വീഡിയോയ്ക്കൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. പിന്നെ നമ്മൾ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തിട്ടെന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ പോകുന്ന മുത്തശ്ശിയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോവും. ഓണം ആയതുകൊണ്ടൊന്നും അല്ല, നമ്മളല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ പോവാറുണ്ട്. അച്ഛൻ്റെ തിരക്ക് നോക്കി മിക്കവാറും നമ്മൾ വൈകുന്നേരമൊക്കെ പോവാറുള്ളൂ. ഞങ്ങൾ പോകുന്ന സ്ഥലം വഞ്ചുവാണ്. അവിടെ പോകുന്നത് പോത്തങ്കോട് വഴിയാണ്. ഇത് വാവറമ്പൽ, അപ്പോൾ ഇതിലേക്കൂടെയാണ് പോകേണ്ടത്. ഇനി ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ സ്കൂള്. ഇതാണ് എൻ്റെ സ്കൂള്. ഈ വൈറ്റ് കാണുന്നുണ്ടല്ലോ, അതാണ് എൻ്റെ സ്കൂള്. ഒരു 5 വർഷമൊക്കെ മുമ്പ്, എനിക്ക് ഒരു 2-3 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഈ മുത്തശ്ശിയും മുത്തശ്ശനും എൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു സ്ഥലമുണ്ട്. ആ ഒരു വീടിനകത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. എനിക്കിപ്പോഴും അതൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ മനസ്സിൽ തന്നെ അതൊക്കെ ഉണ്ട്. അതായത് ഒരു 5 വർഷം മുമ്പ്, എനിക്കൊരു 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ ജെല്ലിമുട്ട എടുത്ത് വായി വെച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന, അല്ല ആസ്വദിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഓർമ്മ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അയ്യോ, അതൊക്കെ ഒരു കാലം. ഈ കാണുന്നത് മുക്കം പാലോടാണേ. അമ്മച്ചിയൊക്കെ ജനിച്ചു വളർന്ന സ്ഥലമാണേ. അച്ഛനാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയെന്ന്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഉണർന്നു. പിന്നെ ഞാൻ സാധാരണ കാറിൽ കയറി കഴിഞ്ഞാൽ ഞാൻ വൊമിറ്റ് ചെയ്യും. പക്ഷേ വൈകുന്നേര സമയങ്ങളിൽ പോയാൽ എനിക്ക് വലിയ പ്രശ്നമില്ല. ഇന്ന് ഞാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട്. ഇങ്ങനെ നമ്മൾ പോവുകയാണ്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നൊസ്റ്റാൾജി അടിച്ചിങ്ങനെ പോവുകയാണ് നമ്മൾ. വൈബ്. പഞ്ചു പോകുന്ന എഴുതിയിരിക്കുന്ന ബോർഡ് കണ്ടോ? എൻ്റെ തൊട്ടടുത്താണേ മുത്തശ്ശിയുടെ വീട്. പക്ഷേ ക്ലിയറായിട്ട് കാണാൻ വയ്യ രാത്രി ആയതുകൊണ്ട്. ഒരിക്കൽ ഞങ്ങൾ ഇതുവഴി വന്നപ്പോൾ ഒരു കാട്ടുപോത്തിനെ കണ്ടു. എല്ലാവരും വിചാരിക്കുമായിരിക്കുമല്ലേ ഞാൻ ഇവരെങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന്. കിലുക്കത്തി പറയുന്ന പോലെ ആന ഇവരെ കണ്ട് ഓടിക്കാണും. അന്ന് ഞങ്ങൾ ബൈക്കിലാണ് വന്നത്, കാറിൽ പോലും അല്ല. പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞ ആ ബൈക്ക് കത്തിച്ചങ്ങ് വിട്ടു. വീട്ടിൽ ചെന്നിട്ടാണ് ഒരു സമാധാനം കിട്ടിയത്. ഇപ്പം ഞങ്ങൾ വീട്ടിലെത്തും. ഇതാണേ വീട്. അച്ഛൻ കുറച്ച് മുമ്പിലോട്ട് പോയി കാറ് പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. ഞങ്ങൾ ഇറങ്ങി നിന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. ഇതാണ് ഞങ്ങൾ പറഞ്ഞ മുത്തശ്ശി. അച്ഛൻ അവിടെ ചെന്ന ഉടൻ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് മുത്തശ്ശിയായിട്ട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളും അങ്ങനെ തന്നെ. പക്ഷേ ഞാനും മിക്കും ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിങ്ങനെ നടക്കും. ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുമെന്ന്. അപ്പം മുത്തശ്ശി പറയാണ് നീ എന്തോ ചെയ്തോ, എന്തായാലും വേണമെങ്കിൽ ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്തു. ഈ സ്ഥാനത്ത് അമ്മേരോടോ വല്ലതും പറയണം. അപ്പം അവർ പറയും വേണ്ട എൻ്റെ എടുക്കണ്ട, ഞാൻ ഡ്രസ്സൊന്നും നേരെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും.
ഇപ്പം അവിടെ കണ്ടില്ലേ, അതാണ് മുത്തശ്ശൻ. അങ്ങനെ ഞാൻ അടുത്ത വീഡിയോ എടുക്കുക ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴാണ് എനിക്ക് വേറൊരാളെ കിട്ടിയത്. അവിടെ ഉള്ള ഒരു ആൻറ്റിയാണ്. അവിടെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ ഇപ്പം എടുക്കും എന്ന് പറഞ്ഞ് ആൻറ്റി ചിരിക്കുകയാണ്. അയ്യോ വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അവിടെ ഉള്ളൊരു ആൻറ്റി അല്ല, അമ്മൂമ്മയുടെ മോളാണേ. അടുത്ത എൻ്റെ ഇര അമ്മയായിരുന്നു. അമ്മ ഓടി രക്ഷപ്പെട്ടു. പിന്നെ അച്ഛന് ചായ കൊണ്ട് കൊടുത്തു. അത് ഞാൻ ഒരു വീഡിയോ ആക്കി എടുത്തിട്ടു. പക്ഷെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഒരു വീഡിയോ എടുത്തോടെ ചിരിയെന്ന്. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ സെൽഫി എടുത്തതാണ്. മുത്തശ്ശൻ പറഞ്ഞു എടുക്കാമെന്ന് പറഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എടുത്തതാണ്. അങ്ങനെ അതേ ഞങ്ങൾ പോവാൻ ഇറങ്ങുകയാണ്. എല്ലാവർക്കും എന്നെ കണ്ട ഇപ്പം പേടിയാണ്. കാരണം ഞാൻ പഴയതുപോലെയൊന്നും അല്ല, എല്ലാവരെയും വീഡിയോ എടുത്ത് വയ്ക്കും. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് പഠിച്ചു. മുത്തശ്ശി ഇനി ചിങ്ങ് വരികയാണ് ഞങ്ങൾ പോകുന്നതുകൊണ്ട്. പക്ഷേ നമ്മൾ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒന്നും കേൾക്കാൻ വയ്യ. കാരണം അവിടെ ചക്കി എന്ന് പറയുന്ന ഒരു പട്ടിയുണ്ട്. അത് കൊരകൊരാ എന്ന് പറഞ്ഞാണെന്ന് കുറയ്ക്കുകയാണ്. ആ പട്ടിയാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടുത്തെ ആൻറ്റീനെ കൈ കടിച്ചു. അത് കേട്ടപ്പോൾ മുകളിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞങ്ങൾക്കൊക്കെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയെന്ന് വരെ ആൻറ്റി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അച്ഛൻ്റെ കാർ എടുക്കാൻ പോയി. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കാട്ടുപോത്തുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഒരു പേടിയിലായിരുന്നു. ഒന്നും ക്ലിയറായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോൾ ഒരു 10 ആയി കേട്ടോ, വീട്ടിൽ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യമൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങളുടെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തവർ അൺസബ്സ്ക്രൈബായി പോകുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമേ സബ്സ്ക്രൈബ് ചെയ്യാവേ. അപ്പോൾ ബൈ ഐ ലവ് യു.